നമസ്കാരം. ഞാൻ ബോബി ജോസ്. മെയ് മാസത്തിലെ ഈ 2-ാം ഞായർ മാതൃദിനമായി ലോകമെങ്ങും തന്നെ ആചരിക്കപ്പെടുകയാണ്. ട്രിച്ചൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് അതിനോട് ചേർന്ന് ഈ അമ്മ ദിനത്തെ നെഞ്ചോട് ചേർക്കുന്നു എന്നത് ഏറെ കൃത്യമാണ്. മാതൃത്വം എന്നത് തീർത്തും ജൈവികമായി എല്ലാ ജന്തുജാലങ്ങളിലും സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ നാം മനുഷ്യർ അതിനെ തീർത്തും മാനസികവും വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് തലങ്ങളിലേക്ക് കുടുംബ സമൂഹ വ്യവസ്ഥകളിലൂടെ അതിനെ ഉയർത്തിയിട്ടുണ്ട്. അമ്മ എന്ന വാക്കിനോട് അനാദികാലം മുതലേ നാം ചേർത്ത് വെച്ചിട്ടുള്ള സ്നേഹസമ്പന്ന, ത്യാഗസ്വരൂപ, സർവം സഹ എങ്ങനെയൊക്കെയുള്ള ഇമേജുകൾക്ക് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇന്നും വലിയ പരിക്കില്ലാതെ അമ്മ സ്നേഹകാരുണ്യ കരുതലിൻ്റെ ഒക്കെ ഒരു ബിംബമായി തന്നെ നമ്മുടെ മനസ്സിൽ മുദ്രിതപ്പെട്ടിട്ടുണ്ട്. അമ്മയാകുന്നതാണ് ഒരു സ്ത്രീയുടെ പരിപൂർണതയെന്നും 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ് സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ ത്യജിച്ചുകൊണ്ട് മക്കളെ മാത്രം ധ്യാനിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ധർമ്മമെന്നും ഒക്കെയുള്ള പഴയ ക്ലീഷേകളിൽ നിന്ന് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ നവയുവത കുറേയൊക്കെ സ്വതന്ത്രരായിട്ടുണ്ടെങ്കിലും വൺസ് എ മദർ ഓൾവേസ് എ മദർ. ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ആദ്യകാല സ്വാധീനമായിരിക്കും അമ്മ. അതുകൊണ്ടാണ് കൈപ്പറ്റ നാരായണൻ്റെ ആശ്വാസം എന്ന കവിതയിൽ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല, ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തേണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല, അവസാനം അമ്മ എന്നെ പെറ്റുപീർന്നു എന്ന കവിതയൊക്കെ വായിക്കുമ്പോൾ നാം അറിയാതെ കണ്ണു നനയുന്നത്. മാറിക്കൊണ്ടേയിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃത്വം എന്നത് ഒരുപക്ഷെ സ്ത്രീയുടെ മാത്രം ഒരു അനുഭവമായിരിക്കില്ല. മാറിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ റോളുകൾ, ലിംഗസമത്വ, ലിംഗനീതി ചോദ്യങ്ങൾ ഇവയൊക്കെ വീട്ടകങ്ങളിൽ പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ മാതൃത്വം എന്നത് കുറേ കൂടി വിപുലീകരിക്കപ്പെട്ട ഒരർത്ഥത്തിൽ പാരൻറ്റിംഗ് ആയി അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഒരു കൂട്ടുത്തരവാദിത്വമായി മാറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രൈണ ഭാവങ്ങളായിരിക്കാം OBH പറയുന്നത് പോലെ ഒരു മനുഷ്യനെ കുറേ കൂടി മെച്ചപ്പെട്ട, കുറേ കൂടി പ്രകാശിക്കുന്ന ഒരു മനുഷ്യനായി മാറ്റുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് മാതൃദിനാശംസകൾ. പുരുഷന്മാർക്കും മാതൃദിനാശംസകൾ. അമ്മയായിരിക്കുക അല്ലെങ്കിൽ ഒരു പാരൻ്റായിരിക്കുക എന്ന ഏറെ വെല്ലുവിളി നിറഞ്ഞ, ഏറ്റവും സുഖകരവും എന്നാൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോൾ അടക്കി ഒതുക്കി വളർത്തുക എന്നത് തന്നെയാണ് ഇക്കാലത്തെയും ഏറ്റവും വലിയ ടാസ്ക്. അത് സമൂഹ സദാചാര ചരടുകൾക്കകത്ത് കുരുക്കിയിട്ട് നമ്മുടെ മക്കളെ, പെൺമക്കളെ മാത്രം അടക്കി ഒതുക്കി വളർത്തുന്നതല്ല, മറിച്ച് ഒരു സിവിക് സൊസൈറ്റിയുടെ നയങ്ങൾക്കനുസൃതമായി കോൺസ്റ്റിറ്റ്യൂഷണൽ അബൈഡിങ് നിയമങ്ങളനുസരിച്ചും അവരെ അവനവരും സമൂഹത്തിലും മെച്ചപ്പെട്ട വ്യക്തികളാക്കി, ക്രിയാത്മകരായ ഘടകങ്ങളാക്കി വളർത്തുക എന്നത് തന്നെയാണ്. തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് ഇങ്ങനെയൊരു മാതൃദിന സന്ദേശത്തിന് എനിക്ക് അവസരം തന്നതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന ടാഗ്ലൈനോടുകൂടിയുള്ള ട്രാസ്ക് വെബ്സൈറ്റ് ഒരു സൂചകമാണ്. കൂടിയിരിക്കുന്നത് തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ മനുഷ്യർ പരസ്പരം കലഹിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ഇക്കാലത്ത്, ഈ കെട്ടകാലത്ത് ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നത്, അതെന്തിൻ്റെ പേരിലായാലും ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. ഗ്ലോറിയസ് 20 ഇയേഴ്സിലേക്ക് കടക്കുന്ന ട്രാസ്കിന് എല്ലാ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. മക്കളെ വളർത്തുന്നതിനിടയിൽ നമ്മുടെ അമ്മമാർ, അച്ഛന്മാരും മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് സ്വയം വളരുകയാണത്. മക്കൾ വളർന്ന് പറന്നകന്നു കഴിയുമ്പോൾ നിസ്സഹായരായി തളർന്നിരിക്കുന്ന മനുഷ്യരായി മാറരുത് നമ്മൾ. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് കുടുംബത്തിൻ്റെയും കരിയറിൻ്റെയും ഒക്കെ തിരക്കുകൾക്കിടയിൽപ്പെട്ട് മറന്നുപോയ, മങ്ങിപ്പോയ നമ്മുടെ പഴയ കഴിവുകളും ശേഷികളുമൊക്കെ ഊതിപ്പെരുക്കിയെടുത്ത് കുറേ കൂടി നല്ല വ്യക്തികളായി, സജീവരായ മനുഷ്യരായി ജീവിക്കാൻ നമുക്കാകേണ്ടതല്ലേ. പഴയ കഴിവുകളെ വളർത്തുന്നതോടൊപ്പം തന്നെ പുതുകാലം ആവശ്യപ്പെടുന്ന ശേഷികൾ കൂടി വളർത്തി നമുക്ക് മക്കളോടൊപ്പം തന്നെ ചേർന്ന് നടക്കാം. When was the last time you danced? When was the last time you sang a song or visited a place of your choice? സ്വയം ചോദിക്കുക, സ്വയം മെച്ചപ്പെടുത്തുക.
Wish you all a very happy life ahead and have a wonderful Mother's Day, not just this day, but all the year round. Thank you so much.